വല്ലാത്തൊരു കഷ്ടമാണ്. ഒരു 1000 രൂപയെങ്കിലും സ്പോൺസർ ചെയ്യാനായിരുന്നു. ഇതിലും കുറയ്ക്കരുത് കേട്ടോ നീ ഇറക്കം. നമുക്കൊരു സംഭവം ഇഷ്ടമുണ്ടായിട്ട് നമുക്കത് മേടിക്കാൻ പറ്റണില്ല, അതിനുള്ള പൈസ ഇല്ല എന്ന് പറയുമ്പോഴുള്ളൊരു മാനസികാവസ്ഥ. പക്ഷെ നമുക്ക് ഇറക്കാം. കഷ്ടം. 60 രൂപയായിട്ട് അവള് കേറി പോണ കട നോക്ക്. ഇത്ര നേരം വീഡിയോ എടുത്ത് നടക്കുക. എനിക്കൊരു 5 രൂപയുടെ ചായക്കില് മേടിച്ചതാണ്. എന്റെ കയ്യിലുള്ളത് ആകെ 250 ആണുള്ളത്. കണ്ണെന്തോ പുറത്തേക്ക് വരുന്നത്. ഇതാ പോണു പൈസ. അടുത്തതായി ഒന്നും മേടിക്കാൻ പറ്റില്ല. 500 രൂപയുടെ ഒന്നും ആവില്ല അതല്ലേ. ഹലോ, ഇത് ഞങ്ങള് 2 പേരും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ പരിപാടി? ഇന്നൊരു ചലഞ്ച് വീഡിയോ ആണ്. എന്താണ് ചലഞ്ച്? ഞങ്ങളുടെ 2 പേരുടെയും കയ്യിൽ 500 രൂപ രംഷട്ടൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ചലഞ്ച് അല്ലേ മിത്തോ? ഇന്ന് എന്താണ് ചലഞ്ച്? പറയും മിത്തന്നെ പറയും. എന്താ ചലഞ്ച്? എന്താ വെച്ചാ ഞങ്ങൾക്ക് 2 പേർക്ക് 500 രൂപ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ 500 രൂപ വെച്ചിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കും. അമ്മയുടെ 500 രൂപയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. യെസ്, അതാണ് ഇന്നത്തെ ചലഞ്ച്. 500 രൂപയുടെ ഉള്ളിൽ നമ്മൾ ഫുൾ, അത് എന്ത് വേണമെങ്കിലും ആവാം. അതായത് ഫുഡ് ആവാം, അല്ലെങ്കിൽ ഡ്രസ്സാ. പക്ഷെ എന്താണ് ഈ 500 രൂപയുടെ ഉള്ളിൽ എനിക്ക് മിത്തുകുട്ടിക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുന്നത്? അത് അവൾക്കും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാവണം, എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതല്ല. അതുപോലെ അവൾ എനിക്ക് വാങ്ങി തരുന്നത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കണം. അങ്ങനെ മാക്സിമം എന്തൊക്കെ ചെയ്യാം, ഏറ്റവും കൂടുതൽ സാധനങ്ങൾ, ഏറ്റവും വെറൈറ്റി സാധനങ്ങൾ, ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും ആരെ ഏറ്റവും കൂടുതൽ വാങ്ങിയതെന്നൊക്കെ. ഞങ്ങൾക്ക് 2 പേർക്കും അറിയില്ല, ഞങ്ങൾ 2 പേരും സംസാരിച്ചിട്ടില്ല എന്തൊക്കെയാണ് വാങ്ങണത് എന്നല്ലേ. അപ്പൊ അവിടെ ചെന്ന് അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് 500 രൂപയിൽ കൂടുതലായാൽ അപ്പൊ അവിടെ നിർത്തണം കേട്ടോ. അത് ആദ്യത്തെ സാധനം തന്നെ 500 രൂപയാൽ അവിടെ നിർത്തണം. പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇതിന് മനസ്സിലായില്ലേ? അപ്പൊ റെഡി, സ്റ്റാർട്ട്. മെയിൻ ആയിട്ട് നമുക്കിപ്പോ ക്രിസ്മസിന്റെ ആ ഒരു വൈബും ന്യൂ ഇയറിന്റെ വൈബൊക്കെ, കാരണം ഈ സീക്രട്സ് ആണ് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ പരിപാടി. അപ്പൊ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരാമെന്ന് വിചാരിച്ചു അല്ലേ മെറ്റൂസേ? Con Bro O'Malley, ratoncito le gusta danza cuando estudio en la escuela. Pajarita se cubre botín cuando visita a su abuela. Si necesita una amiga, debe hablar con ratoncito. Si quieres ser mi amante, debe ser alta y delgadita. Lunes, martes, ratones, pez. Miércoles, jueves, todos. അപ്പൊ ഞങ്ങൾ ആദ്യം വന്നിരിക്കുന്നത് ഒരു എക്സിബിഷൻ സ്ഥലത്തേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുമെന്ന് ഉറപ്പില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നോക്കട്ടെ. പിന്നെ കുറേ കാലമായി ഒരു എക്സിബിഷനൊക്കെ കണ്ടിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകും. അപ്പോൾ മിത്തു പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടംപോലെ കിട്ടും, കാരണം നമ്മുടെ സാധനങ്ങളാണ് ഇവിടെ മൊത്തം. പക്ഷേ 500 രൂപയുള്ളൂ കേട്ടോ. 500 രൂപ ഒരാൾക്ക്. ഒരാൾക്ക്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, വില കുറഞ്ഞു നോക്കിയിട്ട് ഒരേ സാധനം വാങ്ങരുത്. പല ആരോടോ പറയണെങ്കിൽ പോയി അവിടെ പോയിട്ട് വിത്ത് ഒരേ ടൈപ്പ് സാധനം വാങ്ങരുത്, പല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ. ഞാനിപ്പോ ചലഞ്ച് മറന്ന് എന്റെ സ്വയം ഷോപ്പിങ്ങിൽ ചെയ്താലോ? അതാണ് എനിക്കും തോന്നുന്നത്. നീ നിന്റെ ചലഞ്ച് മറക്കരുത് കേട്ടോ. 500 രൂപയുള്ള കയ്യില്. മിത്തു നീ അമ്മടൊപ്പം നടക്കണമെന്നൊന്നുമില്ല, മനസ്സിലായില്ലേ? ഹലോ, എന്താ പ്ലാന്? ഒന്നും മേടിക്കാൻ പറ്റില്ല. 500 രൂപയുടെ ഒന്നും ആവില്ല അതല്ലേ. അതെ, അയ്യോ ഒന്നും വാങ്ങി തരില്ലേ? ഈ ലോകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് മേടിക്കാം. ഈ ഒരു കട ഇതിൻ്റെ ഉള്ളിൽ തന്നെ വന്നിട്ട് 2 പേരും നിൽക്കുമ്പോൾ അവിടെയൊക്കെ ഒഴിഞ്ഞു കിടക്കുക. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യണത്? അതെ, എത്ര പറയണത്? 150. ഓ, കൂടുതലാണ് മകളെ. ആകെ 500 രൂപയുള്ളൂ. ഒരു 4 സാധനം കൊണ്ട് വീട്ടിൽ കയറേണ്ടി വരും. അങ്ങനെ ചലഞ്ച് വീഡിയോ ആയതുകൊണ്ട് മാത്രം ഒരു സാധനം എടുക്കാതെ അമ്മി മകളും പോയിട്ടുണ്ട്. കാരണം നല്ല വില കൂടുതലായ കാരണം. എന്താണ് മിത്ത്, വല്ലതും കിട്ടുന്നുണ്ടോ? ഏതാ ഇതോ?
എത്ര 50 ഉള്ളൂ? അതെ. ആ പക്ഷെ നല്ല കളർ കിട്ടണില്ല. കളർ കിട്ടണില്ല. ചൂസ് ചെയ്യാൻ പറ്റില്ല. ഏത് കളറാ ചൂസ് ചെയ്യാൻ? ഈ പോലെ റെഡ്. എന്താണ് മിത്തു നീ കിടന്നിട്ട് തലങ്ങ് വിലങ്ങ് ഓടുന്നത്? ഓക്കെ. ആ ഇവിടെ ഫൈനലായി അറിയണ്ട. എന്തോ ഫൈനലായോ? ഓക്കെ. ചേഞ്ച് ഒന്നുമില്ല, കാരണം 500 രൂപയായിട്ടാണ് വന്നിട്ടുള്ളത്. നിനക്കും അതെ, ചേഞ്ച് ഒന്നുമില്ല കേട്ടോ. അതൊക്കെ ചേഞ്ച് ആക്കിക്കൊള്ളണം. തിരിച്ച് കൗണ്ട് ചെയ്യാനൊക്കെ അറിയില്ല എത്ര ഉണ്ട് എന്നുള്ളത്. എത്ര കിട്ടി? 450 തിരിച്ച് കിട്ടി. ഓക്കെ. ഒരു സാധനം മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതാ പോണു പൈസ. അടുത്ത് മേടിച്ചോ? 100 കഴിഞ്ഞോ? ഇവിടെ 100 കഴിഞ്ഞു കേട്ടോ. സപ്പോ നിന്റെ എത്ര? 100. ഓക്കെ. രണ്ടുപേരും ഒപ്പം നീങ്ങാണ് ഇപ്പം. ആ ഒരു ചെറിയ എക്സ്ചേഞ്ച് നടന്നു അല്ലേ? മധുരം മാറ്റിയതാണോ? ഒന്നും കൂടി കുറച്ചുകൂടി വലുത് പറഞ്ഞപ്പോൾ ഇതാണ് മേടിച്ച്. ആ ഓക്കെ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അയ്യോ 250 രൂപ. നല്ല ഭംഗിയുള്ള ഉടുപ്പുകളൊക്കെ എന്ത് രസമാണ്. ഇപ്പം നമുക്കിനി സമ്മറൊക്കെ വരുമ്പോഴും എനിക്കുള്ളതുണ്ട്. അല്ല രണ്ടുപേരും ഒരുമിച്ചാവുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാകം നോക്കാം. എന്ത് 100 രൂപയ്ക്ക് ഒന്നും കിട്ടില്ലേ? 350 കോട്ടൺ ആണ്. ചേട്ടാ ഞങ്ങളുടെ പരിപാടി ഇത് വേറെയാണ് എന്നുള്ളത്. 50 രൂപയ്ക്ക് തരുമെന്നൊക്കെയാണോ സൊപ്പ് ചോദിക്കണത് നീ? ആ ഇവിടെ ഷോൾ അന്വേഷിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ആ മിത്തു 200 രൂപ ഷോളല്ലേ? അപ്പം ഇനിയിപ്പോൾ അത് നോക്കണ്ട. ഒന്നുമില്ലല്ലേ? ഇവിടെയാ തന്നെ നല്ല വില. ഇനി മുതൽ സൊപ്പ് നിന്നെ കൊണ്ട് ഞാൻ ഷോപ്പിങ്ങിന് വരുമ്പോൾ ഇങ്ങനെ ബഡ്ജറ്റ് 500 രൂപയുടെ കിട്ട് വരാം. അമ്മയ്ക്ക് കഴിക്കാൻ വേണോ? സ്വയം കഴിക്കാൻ പറ്റില്ലല്ലോ. മിത്തു അമ്മയുടെ വിശപ്പ് മാറ്റാൻ കഴിക്കാട്ടോ, നിനക്ക് കഴിക്കാൻ പറ്റില്ല. 500 രൂപ കൊണ്ട് ഊട്ടി കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ചലഞ്ച് വീഡിയോ ആയി വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിലൊരു കട കണ്ടെത്തിയത്. അതെ, കേരള കാലിക്കറ്റ്. ഓ ഇവിടെ കോഴിക്കോടൻ ഹലുവ ഉണ്ട്. അതെ, കപ്പ ചിപ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചലഞ്ച് വീഡിയോ നിർത്തിയിട്ട്, അപ്പൊ അത് കണ്ടോട് കൂടിയിട്ട് ചലഞ്ച് വീഡിയോ നിർത്തിയിട്ട് കഷ്ടം. എന്തെങ്കിലും കളിയുടെ ഇടയിൽ നമ്മൾ സുല്ല് പിടിക്കുന്ന പോലെയാണ് ഈ ചലഞ്ച് വീഡിയോയ്ക്ക് തൽക്കാലം കുറച്ച് നേരത്തിനൊരു സുല്ല് പിടിച്ചു, ഒരു ബ്രേക്ക്. ഇത് മുഴുവൻ റെഡിയാക്കി കൊണ്ടുവരുന്നു. നിങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഹലോ മാഡം, ഇതൊക്കെ ചലഞ്ചിൽ എടുക്കായിരുന്നു. അങ്ങനെ നമ്മുടെ ബഡ്ജറ്റൊക്കെ കഴിഞ്ഞ് പോയ സംഭവമാണ് ഇത്. ഇങ്ങോട്ട് പോന്നോട്ടെന്നാ, ഇനി നിങ്ങളുടെ ബഡ്ജറ്റുകളായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. യെസ്. നിന്റെ മിത്തുവിന് ഫ്ലാഗ്സിന് പഠിക്കാൻ നോക്കിയതാ? അല്ല, മോണോപോളിന്റെ ഫ്ലാഗ് പിന്നെ ഞാൻ ചെയ്യണില്ല വെച്ചിട്ടാണ്. അതിൽ 72 കൺട്രി ഉള്ളൂ. ഇവിടെ ഓൾമോസ്റ്റ് അവിടെ 180 കൺട്രി പറഞ്ഞിട്ടുള്ള ആളാണ്. ഓക്കെ, പ്യൂർ ലെതർ 50 രൂപയ്ക്ക്. അടിപൊളി. കുട്ടികളെ പറ്റിക്കാനൊക്കെ ധാരാളം. ആൾക്കാരില്ലേ പറയാണേ ഇതൊക്കെ മേടിച്ചൂടെ കുട്ടികൾക്ക്, ഇതൊക്കെ അല്ലേ ഇഷ്ടം, ഇതൊക്കെ അല്ലേ ഇഷ്ടന്നേ കുട്ടികൾക്കൊക്കെ. പക്ഷെ മേടിക്കാൻ പറ്റണ്ടേ?
അമ്മയ്ക്ക് വേണ്ടി കൊടുത്തതല്ലേ. അവൾക്ക് ഇഷ്ടമായിട്ട് കാര്യമുണ്ടല്ലോ അല്ലേ, അമ്മയ്ക്ക് ഇഷ്ടം ഉണ്ടാവണ്ടല്ലേ, അതാണ് രസം. $350 ആ പോണു. എന്താണ് അടുത്തത് പ്ലാന്? ഫുഡൊക്കെ വെക്കാനുള്ള, ഫുഡ് വെക്കാമല്ലോ. ഫുഡ് അല്ലെങ്കിൽ ചായ ഒക്കെ വെക്കാനുള്ള. ഓ ട്രേ, ആ നമ്മുടെ ഫുഡ് വേർഡിലൊക്കെ അമ്മ ഇങ്ങനെ ഭക്ഷണങ്ങളൊക്കെ തന്നെ വയ്ക്കാം അല്ലേ, പ്ലേറ്റിംഗ് ടൈപ്പ്, അതും ഉണ്ട് പറ്റുമല്ലേ. ഇത് എത്രയാണ് പറഞ്ഞത്? 150. ഓക്കെ, ഇനിയിപ്പോൾ എത്രയുള്ളത് ബാക്കി? ഇത് 150 കൂടിയും പോയി, 250 ഇനി 250 ബാക്കി. ഓ അപ്പം പകുതി കഴിഞ്ഞു അല്ലേ, പകുതി കഴിഞ്ഞു. ഓക്കെ, ആ ബാക്കി റെഡി. എന്താണ് രണ്ടുപേരും കണക്കൂട്ടിന്? പുറത്തേക്ക് കടന്നു, പ്രത്യേകിച്ച് ഇനി ഒന്നും വാങ്ങാനില്ല. മിത്തുന്റെ കയ്യിൽ എത്ര രൂപ ബാക്കി വന്നോ? എന്റെ കയ്യിൽ 320 ബാലൻസ് ഉണ്ട്. ആഹാ, അപ്പൊ നമുക്ക് വേറെ എങ്ങനെയെങ്കിലും പോകാൻ, കാരണം ഇവിടെ ഒന്നും ഇല്ല കാര്യം. ഇനിയിപ്പോൾ വേറെ ഒന്നും ഇവിടെ ഒന്നുമില്ല അല്ലേ. ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി. ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. $275. ഇനി കയ്യിലുള്ളത് ആകെ $250 ആണുള്ളത്. എന്തോറ്റി? 199. കണ്ണെന്തോ പുറത്തേക്ക് വരുന്നു. എന്ത് 199, 299 ഒക്കെ. ब्लैक कलर का देखना, यहाँ पे है ना। എന്തായി മിത്തു, ഇന്ന് വല്ലതും നടക്കുമോ? 120 എത്തിയോ? കിട്ടിയോ? 80 രൂപ. കണ്ണ് തയ്ക്കാൻ പറ്റണ തന്നെ മിത്തു. എൻ്റെ അമ്മോ, 500 മുതൽ തുടങ്ങിയതാണ്, 80 രൂപയിലെത്തി. കറക്റ്റാ? എന്നാ പോന്നോട്ടെ. 80 രൂപ. ആവൂ, അങ്ങനെ കിട്ടി. എത്രയുള്ളത്? 170 ബാക്കിയുള്ളു. ഹലോ സ്വപ്പോ, ഇവിടെ എന്തായിരുന്നു, ഞങ്ങളൊരു യുദ്ധം കഴിഞ്ഞു. ആ കിട്ടിയിട്ടുണ്ട്. എന്താ നിന്റെ എന്തായി? കിട്ടിയതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒരാളുടെ ബില്ലിങ് കഴിഞ്ഞു, അടുത്ത ആളിതാ പോണു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങുകയാണ്. ഇനി മിത്ത് എത്ര രൂപ ഉണ്ട്? എൻ്റെ കയ്യിലും ഏകദേശം അത്രയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇനി ഞാൻ മിത്തുനെ ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, മിത്തുന് വേണ്ടിയിട്ട്. ഓക്കെ. ഓ
എണ്ണി തിട്ടപ്പെടുത്തുകയാണോ രണ്ടുപേരും? വല്ലാത്തൊരു കഷ്ടമാണ്. ഒരു 1000 രൂപയെങ്കിലും സ്പോൺസർ ചെയ്യാനായിരുന്നു. ഇപ്പൊ മനസ്സിലായോ സൊപ്പു? 500 രൂപയ്ക്ക് അല്ലെങ്കിൽ എനിക്കറിയാം ബഡ്ജറ്റ് പ്രകാരം ചെയ്യുമ്പോ എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത്. രസല്ലേ ഇത്? രസല്ലേ? 160 ല്ലേ? മറ്റേതും ഇങ്ങോട്ട് പൈസ പറഞ്ഞ എടുത്തിട്ടില്ലേ? ഇതിനേക്കാളും കുറവാ എനിക്ക്. അല്ല 170, 180, 185 ഉണ്ട്. അതെ. Hey. അല്ല ഇത് പോണ സ്ഥലത്ത് എന്തായാലും കണ്ടോളാം. ഒരു 20 രൂപയ്ക്ക് ചപ്പൽ ഡ്രസ് ഉള്ളൂ. അല്ല ഏറ്റവും രസം അവിടെ ചെന്നിട്ടേ പിന്നെ കൺമഷി അപ്പൊ 500 രൂപ, ഇത്ര വേണ്ട 400, 300, 200, 100, 100 അവരെന്നെ നോക്കുക. ചലഞ്ച് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പ്രിഫർഡ് മാർക്കറ്റ് ആണ്. അതെ മുംബൈയില്. ലോറി ആയിട്ട് വരും. അതെ അതെ ശരിയാണ്. 10 ഡ്രസ് പക്ഷെ ഇതല്ലേ രസം. കോസ്റ്റിലുള്ളത് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഇനി ഞാൻ മിത്തുവിനെ കൊണ്ടുപോകാൻ പോണ സ്ഥലം. മിത്തു ഇനി ഗസ് No guess. മിത്തുവിന് അറിയില്ല എന്നാ പറയണേ രമേശേട്ടന്. ഏയ് ഇനി എന്റെ കയ്യിൽ 185 റുപ്പീസ് ഉണ്ട്. ആ അതിൽ ഞാനൊരു 80 റുപ്പീസ് ആണ് ഇനി അടുത്ത ഷോപ്പിലും ഞാൻ മിത്തുവിന് വേണ്ടി ചെലവാക്കാൻ പോകും. ഓ. മിത്തുവിന് വേണ്ടി മാറ്റി വെക്കുന്നത്. ഓ ഓക്കെ. എന്ത് പറ്റി രമണ? ഏറ്റവും വില കുറവ് എന്ത്? വില കുറവുള്ള കട നോക്കി നടക്കണു. ഷോപ്പിലാണ്. കാരണം സാധനങ്ങൾ മാത്രം വാങ്ങി കൊടുക്കലല്ലോ. മിത്തുവിന്റെ ഫേവറേറ്റുകളിലൊന്നും ഇതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലേ മിത്തു? Yes. പരിഗണിക്കുമെന്ന് വിചാരിക്കുന്നു. മിത്തൊന്നും മിണ്ടുന്നില്ല. മിത്തൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ എടുത്ത് വെച്ചിങ്ങനെ മിത്തുവിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പക്ഷെ ബഡ്ജറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും വാങ്ങി കൊടുക്കാൻ പറ്റില്ല. പരസ്പരം ഭക്ഷണം കണ്ടപ്പോ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് മിത്തുവിന് ഡോണറ്റ് മതി എന്ന് പറഞ്ഞു. ഇതിന് എന്റെ ബഡ്ജറ്റിന്റെ ഉള്ളിൽ വന്നു. ഞാൻ ഒരു ബ്രൗണി ആണെന്ന് പറഞ്ഞു. ഇത്ര നേരം വീഡിയോ എടുത്ത് നടക്കുക. എനിക്കൊരു 5 രൂപയുടെ ചായക്കില് മേടിച്ചതാണ്. വീഡിയോ എടുക്കുന്ന ആള് സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഒരു ചായതെങ്കിലും മേടിച്ചതാണ് രണ്ടുപേരും കൂടി. അങ്ങനെ ഇവിടുത്തെ കഴിഞ്ഞില്ലേ? എന്റെ കയ്യിൽ 125 റുപ്പീസ്. ഇത് 110. 150 വേഗം വെച്ചോ. ആകെ അതേ ഉള്ളൂ അല്ലേ? നീ എത്ര കയ്യിൽ? 150 പോലും ഇല്ലല്ലേ? ഇല്ല 110. 110 ഉള്ള. ये 80 रेंज का है. 80 70 ആഹാ സൊപ്പ് ഇവിടുന്ന് അടിച്ചോ കോള്. സൊപ്പ് ഇവിടുന്ന് എന്തോ ചൂണ്ടിയിട്ടുണ്ട്. മിത്തോ നമ്മുടെ ബഡ്ജറ്റ് ടൈറ്റാണ്. മിത്തു ഏതാ സാധനം? എത്ര 110. പിന്നെ 150. ബെസ്റ്റ് ഓപ്ഷൻ ഒരു മാസ്ക് മേടിച്ചു കൊടുത്തു അമ്മയ്ക്ക്. ഇനിയിപ്പോൾ അതാണ് നല്ലത്. ഈ ആകെ 60 രൂപയായിട്ട് അവള് കയറി പോണ കട നോക്ക്. അതേപോലെ മിത്തത് ഓർഡർ 250. ആകെയുള്ള 60 രൂപ 70 രൂപ ഇട്ട് മിത്തു നീ എങ്ങനെയാണ് കയറി പോടുന്നത്? കൂറ തിരിയണ പോലെയാണ് മിത്ത് കിടന്ന് തിരിയണോടാ. ഓ കയറി വന്നതിനേക്കാളും സ്പീഡിലാണ് ഇറങ്ങിപ്പോണത്. നിങ്ങളൊക്കെ 10,000 കയ്യിലുണ്ടിച്ചിട്ടാണ് ഇങ്ങനത്തെ കടയ്ക്ക് കയറി പോകുന്നത്. എത്ര വിത്ത് ഇതിന്? 70യോ? എത്ര ഉണ്ട് ബാലൻസ്? ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി 45 റുപ്പീസാണ് ബാലൻസ് ഉള്ളത്.
ഓക്കെ നടക്കുക 45 നോക്കിയിട്ട്. എന്റെ കയ്യിലാണെങ്കിൽ പൈസ ഒരുപാടുണ്ട്, ഒന്നും കാണാനില്ല. വാങ്ങിക്കൊടുത്താലോ? റോസ്പൂ മേടിച്ചിരിക്കുക. ഓ ആ അമ്മ എവിടെ കാണാനില്ലല്ലോ. ആ അതാ അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ, എന്തോ മേടിക്കുന്നുണ്ടോ. എന്താണ് ഇനി എന്താ നിനക്ക് എന്താ മേടിക്കാനുള്ളത്? എന്തൊക്കെ അന്വേഷിച്ച് 1-2 സാധനങ്ങൾക്ക് വേണ്ടി നടക്കാം. പക്ഷെ അത് ഇവിടെ കിട്ടുന്നുണ്ട്, ഈ പൈസ കിട്ടുന്നുണ്ട്. ഒരു വിലേ 50 പോലും വിലയായി. മനസ്സിലായോ പൈസയുടെ വില? മിത്തു പൈസയുടെ വില മനസ്സിലായോ? 5 rupees 10 rupees ഒക്കെ എത്ര വില ഉണ്ട് എന്നുള്ളത് ശരിക്കും മനസ്സിലായില്ലേ? ആ അതാണ്. നമുക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ട്, പക്ഷേ നമ്മളെ കയ്യിൽ പൈസ ഇല്ല. എത്ര വിഷമാണ് അല്ലേ? അതങ്ങോട്ട് മനസ്സിലായാൽ മതി. ഇപ്പോഴും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു അതന്നെ. 200 രൂപ എന്നൊക്കെ പറയുമ്പോൾ കയ്യിൽ കാശില്ല. കയ്യിൽ കാശില്ല. അത് നമുക്കൊരു സംഭവം ഇഷ്ടമുണ്ടായിട്ട് നമുക്കത് മേടിക്കാൻ പറ്റുന്നില്ല, അതിനുള്ള പൈസ ഇല്ല എന്ന് പറയുമ്പോഴുള്ളൊരു മാനസികാവസ്ഥ. കഷ്ടം. അയ്യോ പാൻറ്റിന് പൈസ കൂടുതലാണ് കണ്ടപ്പോൾ അവളത് ട്രൗസറാക്കി. ഇനി അതിന് വില കുറയാ അറിയുമ്പോ ഇനിയിപ്പോ ആ ട്രൗസറിന് വില കൂടിയിട്ട് നീ അതിലും കുറയ്ക്കണോ? എനിക്ക് സംശയമുണ്ട്. ഇതിലും കുറയ്ക്കരുത് കേട്ടോ നീ ഇറക്കം. അവർക്കെന്നെ ചെറിയായിരുന്നു. ആക്ച്വലി 150 രൂപയുടെ സാധനമാണ്. എന്റെ കയ്യിൽ ആകെ 115 രൂപയുള്ളൂ. കരങ്ങി കാല് പിടിച്ചവര് സമ്മതിച്ചു. മാനസികാവസ്ഥ കണ്ടപ്പോലെ ചില സമയത്ത് നമ്മളും അങ്ങനെ അതാണ്. സൊപ്പ് എരന്ന് മേടിച്ചു. അത് കയ്യിൽ കാശില്ല, പക്ഷെ അവരുടെ അടുത്ത് നിന്ന് എരന്ന് മേടിച്ചു. അത് വെരി ഗുഡ്, അടിപൊളി. അപ്പൊ രണ്ടുപേരും ഡ്രസ് അല്ലെങ്കിൽ വാച്ചിങ് എനിക്ക് പൈസക്ക് വെച്ചാൽ എന്നൊരാട്ട് പല സ്ഥലത്തുനിന്നും കിട്ടിയാറൊക്കെ കൂടി രക്ഷപ്പെട്ടതാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? കയ്യിൽ പൈസ ഇല്ലാണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ആ വിഷം മനസ്സിലാക്കി മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ എരന്ന് കഷ്ടം. അല്ല ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ഫ്രീ ആയിട്ട് എടുത്തോളാൻ പറയും. എല്ലാവരും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേ അവസ്ഥയിലായിരിക്കും. പക്ഷെ എന്നാലും അല്ലേ കണ്ടല്ലോ നല്ലൊരു ചേച്ചി സ്വപ്പിന്റെ അവസ്ഥ. ഓ സ്വപ്പിന്റെ അവസ്ഥ കണ്ടു കൊടുത്തു. മിത്തുവിന്റെ പർച്ചേസും കഴിഞ്ഞില്ലേ? മിത്തുവിന്റെ കഴിഞ്ഞു കേട്ടോ. ആ മിത്തുവിന്റെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് മേടിച്ചിട്ടുണ്ടെന്നുള്ളത് അല്ലേ? രണ്ടുപേരും പരസ്പരം മേടിച്ച സംഭവങ്ങൾ. ഒരു 10 രൂപയ്ക്ക് തരായിരുന്നില്ലേ? അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. സാധനങ്ങളൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണ്. തമ്മിൽ കാണിച്ചു കൊടുത്തിട്ട് കേട്ടോ. കുറച്ചൊക്കെ ഞങ്ങൾ ആദ്യം 1-2 ഇടുള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്തായിരുന്നു. അപ്പോ മിത്തു റെഡി അല്ലേ? എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത് എന്ന് കാണിക്കാനും മിത്തുക്കുട്ടി അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാ വാങ്ങിച്ചിരിക്കുന്നത്, അമ്മ മിത്തുവിന് വേണ്ടിയിട്ട് എന്തൊക്കെയാ വാങ്ങിച്ചിരിക്കുന്നത് എന്ന് കാണിക്കാൻ. തുറന്നോളൂ. ഞാൻ ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഓ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ മിത്തുക്കുട്ടിക്ക് ഒരു വള വാങ്ങി. വള കമ്മല്. ഇങ്ങനെയുണ്ട് വള. വള ഇട്ടോളൂ.
കമ്മല് എന്റെ കയ്യിൽ ഇല്ലാത്തൊരു തരം കമ്മല്. മിത്തുന് എന്താ വെച്ചാൽ വള ഇടല് വളരെ കുറവാണ്. പക്ഷെ വള ഇല്ല, അവൾക്ക് ഇഷ്ടം ഇങ്ങനത്തെ വളയാണ്. എപ്പൊ നോക്കുമ്പോഴും പറയും വള ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ ഒരു വള വാങ്ങിക്കാന്ന് വിചാരിച്ചു. നല്ല ഇഷ്ടമായിട്ട് അമ്മയ്ക്ക്. നിക്കട്ടെ അമ്മ. വള മാത്രല്ല ഒരു ബ്രേസ്ലെറ്റും കൂടെ വാങ്ങിച്ചു. കാരണം പറഞ്ഞ പോലെ ആകെ ഇപ്പൊ ഈ ഒരു വളയുള്ളൂ. അപ്പൊ ഒരു ബ്രേസ്ലെറ്റ് എന്നിട്ട് അവളെ സ്വന്തം ഉണ്ടാക്കിയ ഒരു ബ്രേസ്ലെറ്റ്. അപ്പൊ ഒരു ബ്രേസ്ലെറ്റും അവളെ ഈ ബ്രേസ്ലെറ്റ് ഇട്ടിട്ട് നടക്കാം. അപ്പൊ ഞാൻ ഒരു അടിപൊളി വളയും എങ്ങനെയുണ്ട് ഈ കയ്യില് ബ്രേസ്ലെറ്റ് കയ്യില് വള ഇട്ടോളൂ. ഇട്ട് വെച്ചോ. ഹായ് മിഥുനറിയാം എനിക്ക് കമ്മലാണ് ഇഷ്ടം. ഞങ്ങൾക്ക് പരസ്പരം അറിയാം എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത് അല്ലേ. വാവ് ആട്ടെ. ഹായ് നല്ല മുട്ടായി പോലത്തെ കമ്മല് കേട്ടാ. നല്ല രസമുണ്ട്. ഹായ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. ഈ കമ്മല് മിഥുനൂടാ. നല്ല രസമുണ്ട് ഈ കമ്മല്. ഞാനും മിത്തുകുട്ടിക്കൊരു കമ്മല് വാങ്ങിയിട്ട്. അതിങ്ങനെ ചെറിയ കമ്മലില്ലേ അവൾക്ക് ഇങ്ങനെ വീട്ടിലിടുന്ന ആ ടൈപ്പ് കമ്മലുകള്. അപ്പൊ അതിലൊന്ന് നല്ല ഭംഗിയുള്ള കമ്മല് കേട്ടോ. കുഞ്ഞത് ബ്ലൂ കളറ്. ഏതുണ്ട് പിശിക്കപ്പോ പൈസ കുറച്ചപ്പോ സാധനങ്ങളിലൊക്കെ ചെറുതായി അത്രയും ഇതുള്ളത് കിട്ടണ്ടേ. അപ്പൊ പിന്നെ അതും ഉണ്ട്. പക്ഷെ അതിൽ തന്നെ ഏറ്റവും നല്ലത് നോക്കിയിട്ട് വാങ്ങിച്ച ആവശ്യമുള്ളതും. ഞങ്ങൾ വെറുതെ പൈസക്ക് ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് വേറെയും കുറെ സാധനങ്ങളൊക്കെ മിഠായി ഒക്കെ കിട്ടും 5 രൂപയ്ക്ക്. പക്ഷെ അത് കാര്യമില്ലല്ലോ, നമുക്ക് ഉപകാരമുള്ളതും കൂടെ വാങ്ങിക്കണ്ടേ. ഇനി അടുത്ത മിത്തുകുട്ടി കാണിച്ചോളൂ. ഞാൻ അമ്മയ്ക്ക് ഒരു നെയിൽ പോളിഷ്. ഓ വാ നല്ല രസമുള്ള നെയിൽ പോളിഷ്. നല്ല രണ്ട് കളറിന്റെ കോമ്പിനേഷൻ ഒക്കെ. 2 കളറിന്റെ കോമ്പിനേഷൻ അല്ലേ. നല്ല രസമുണ്ട് കേട്ടാ. അടിപൊളി. ഇനി അമ്മ മിത്തുകുട്ടിക്ക് വാങ്ങിയത് കാണട്ടെ. ഹെയർ ക്ലിപ്പ്. നല്ല രസല്ലേ. മിത്തുകുട്ടി ഇതെല്ലാം അവൾക്ക് കൂടെ ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. പൊട്ട് പിന്നെ ഞാൻ എപ്പോഴും ഈ ഒരു വലിപ്പത്തിലുള്ള പൊട്ടേ തൊടാറുള്ളൂ. കണ്ടില്ലേ. അപ്പൊ പല കളർ. ഇത് അടിപൊളിയായിട്ട്. കാരണം എല്ലാ ഡ്രസ്സിനും എൻ്റെ അധികം കറുപ്പേ ഉള്ളൂ. അത് അടിപൊളിയായിട്ട് വീട്ട് എല്ലാ കളറും മാച്ച് ചെയ്തിട്ടുള്ള പൊട്ട്. നല്ല രസമുണ്ട്. കൊറേ എണ്ണുണ്ട്. അടിപൊളി. ഇനി ഞാൻ ഏതെടുക്കണം? അടുത്തത് ഒരു പേഴ്സ്. ഒരു കുട്ടി പേഴ്സ്. അതായത് വേറെ ഒന്നിനല്ല, ജസ്റ്റ് മിത്തുന്റെ പൈസ ഇട്ടാ വെക്കാൻ മാത്രമുള്ള ഒരു പേഴ്സ് കേട്ടോ. അവൾക്ക് വേറെ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ഒരുപാട് ബാഗ് ഉണ്ട്. അവളിപ്പോ ഇന്നിപ്പോ ഇതിനൊക്കെ കൊണ്ടുപോയില്ല ബാഗ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ വാങ്ങിയില്ല, അതിനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. നല്ല അത് വാങ്ങിയിട്ടില്ല. ഇത് എങ്ങനെയുണ്ട്? മിത്തുന് എപ്പോഴും ഇല്ലേ താഴെ പോകുമ്പോ പെണ്ണാൻ പോകുമ്പോഴൊക്കെ അവളെ ഇപ്പോഴും ഇത്ര വലിയ ബാഗ് എടുക്കാം. അപ്പൊ പിന്നെ അല്ലേ അത്യാവശ്യം അമ്മയ്ക്ക് അതാണ് വേറൊരു സത്യം. ഏകദേശം കൂടെ കണക്കൂടി ശരിക്കും കമ്മല് വാങ്ങുമ്പോ വിത്തൂരും കൂടെ കമ്മല് അല്ലേ. ഞാനിനി ഒരു കാജല്. മുന്നത്തെ കാജല് പൊട്ടിപ്പോയിട്ടോ. ഞങ്ങൾ രണ്ടുപേരും കണ്ണുകൾ നടക്കണ്ടില്ലേ. കാജൽ ഉണ്ടായിരുന്നില്ലേ എന്നുള്ള സത്യം. സത്യം പറഞ്ഞ ഇവിടെ 546 340 അങ്ങനെ പോയി 100 പിന്നെ ലാസ്റ്റില് എന്താ പറയാ 80. ഇത് ഏതിന്റെ? ഇൻസൈറ്റിന്റെ. ഞാനേ നല്ല ഞാൻ അവസാനം വെച്ച് വിത്ത് കണ്ണ് തേക്കാൻ പറ്റണത് തന്നെ അല്ലേ. 500 100 താഴെയുള്ള കാജല കിട്ടില്ല. പക്ഷെ നമ്മള് പോയ സ്ഥലത്തൊന്നും ഇല്ല. എനിക്കറിയില്ല. അപ്പൊ ഞാന് 500 വന്നിട്ട് വിത്ത് നിന്നിട്ട് ചോദിക്ക സൗക്ക എന്ത് എവിടെ കിട്ടണ്. ചെറുതുള്ളതൊക്കെ കിട്ടി. അത് 100 150 കിട്ടി. പക്ഷെ കുറച്ചും കൂടി 80 പറഞ്ഞ എത്ര? 80. ചെലപ്പോ ചോദിക്കും അമ്മ 50 പറഞ്ഞ എത്ര ചോദിക്കേ. അടിപൊളിയായിട്ടാ കാജൽ. വളരെ വളരെ അത്യാവശ്യമാണ്. അത് അടിപൊളിയായി കാജൽ. ഞങ്ങളൊരു കാജൽ വാങ്ങിണ്ടായിരുന്നു ഷുഗർ പോപ്പിന്റെ. ഈ പറഞ്ഞ പോലെ നല്ല വില കൊടുത്ത് വാങ്ങിയിട്ട് പക്ഷെ അത് പൊട്ടി പോരുണ്ടായിരുന്നു. പിന്നെ മിത്തുവാണെങ്കിൽ 24 മണിക്കൂർ കണ്ടെഴുതുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് അധിക ദിവസമൊന്നും കാജൽ വെക്കൂല. അപ്പൊ ഇനി അമ്മ അടുത്തത് കണ്ടില്ലട്ടോ. ഞാന് ഒന്നും കണ്ടില്ല. ക്യൂട്ട് കീ ചെയിൻ വിത്തുകുട്ടിക്ക് ബാഗിലൊക്കെ ഇടാൻ ലവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇങ്ങനത്തെ കാളാ. അതായത് കീ ചെയിൻ. ഇത് നമ്മള് ഈ പേഴ്സ് വാങ്ങിയില്ലേ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ
അത് നിങ്ങൾ എന്തോ എനിക്ക് വേണ്ടി വാങ്ങാൻ വേണ്ടി പോയല്ലേ? ഇത്ര നേരം കൊണ്ട് വാ. എങ്ങനെയുണ്ട്? നല്ല രസല്ലേ? എനിക്കിത് കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മിത്തോടെ ഇങ്ങനത്തെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ടൈപ്പാ. അപ്പൊ പിന്നെ കീച്ചേ നല്ല രസല്ലേ? എന്താ ഇങ്ങനെ അടച്ചൊക്കെ ഇരിക്കുമ്പല്ലേ? അതൊക്കെ തുറന്നു വെച്ചിട്ടാ. For my dearest mother. അയ്യടാ, താങ്ക് യു. ഞാനിതൊക്കെ കണ്ടു പഠിക്കണം. ഇതിനെത്ര രൂപ? ഇത് അവസാനം വന്നപ്പോ വാങ്ങിയതായിരിക്കും. 20 rupees വന്നു. അയ്യോ, കൂടുതലായിട്ടാ. 10 രൂപയ്ക്ക് ആവാതെ പപ്പയ്ക്ക് എന്തോ. പപ്പയുടെ ഏത് പരിപാടി വരുമ്പോഴും പപ്പയ്ക്ക് ആ ബൊക്കല്ലേ അതൊക്കെ മേടിക്കണം വിചാരിച്ചു. പക്ഷെ very short. ബൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷെ അത്ര പൈസ അല്ലേ തന്നെ അമ്മയ്ക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും എനിക്ക് വാങ്ങിയില്ല. അവളല്ലെങ്കിലും കണക്ക് ഭയങ്കര അടിപൊളിയായിട്ടാ. പൈസ അല്ല സൂക്ഷിച്ചിട്ട് തന്നെ നമ്മൾ സാധാരണ ഗതിയിൽ പുറത്തു പോകുമ്പോഴും പറയും. അവൾക്ക് അങ്ങനെ അറിയില്ല. അപ്പൊ അവളിങ്ങനെ പറയും, ഓ 100 rupees ആണമ്മ ഇത്രയും വാങ്ങണം. പണ്ട് മുതലേ ഞാൻ എപ്പോഴും പറയും. ആ ഒരു സ്വഭാവം ഉണ്ട്. പപ്പയുടെ ഒരു സ്വഭാവമാണ് അത്. ആക്ച്വലി നല്ല സ്വഭാവമാണ്. പക്ഷെ ബുക്ക് വാങ്ങുമ്പോഴും പറയും 100 rupees സാധനം വാങ്ങണ്ടോ 10 rupees. ഞാൻ പറയും 10 rupees നിന്റെ പപ്പ എങ്ങാനും കൊണ്ടുവച്ചിട്ടുണ്ടാവും കളാ ചോദിക്കാൻ എപ്പോഴും അവളോട്. പക്ഷെ അങ്ങനെയാണ് പണ്ട് മുതലേ. അതൊരു നല്ല ക്വാളിറ്റിയാണ്. അടിപൊളി. ഇവർ രണ്ടുപേരും കൂടെ കിടന്ന് നടന്നിട്ട് ഞാനും അങ്ങനെ ആയിപ്പോയി. അടിപൊളി കേട്ടാ. ഇനി മിത്തുവിന്റെ ഏറ്റവും ഫേവറേറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹെയർ ബാൻഡ് ഇല്ലാത്തൊരു ജീവിതം മിത്തുവിനില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വൃത്തിക്കുള്ള ഹെയർ ബാൻഡ് വാങ്ങി. എനിക്കാണെങ്കിൽ ഇങ്ങനെ തൂങ്ങണതും എപ്പോൾ പോകുമ്പോഴും കടത്താലയിൽ തൊപ്പിയും യൂണിക്കോൺ. ഇപ്പൊ കുറച്ച് വലിയ കുട്ടിയായില്ലേ. അപ്പൊ ഞാൻ പറയും എപ്പോഴും അതൊക്കെ മാറ്റാനുള്ള പ്രായമായി. അപ്പൊ ഇങ്ങനെ ഒരു അടിപൊളി ഹെയർ ബാൻഡ് തമ്പുരാട്ടിക്ക് ഇഷ്ടാവുമോന്ന് അറിയില്ല കേട്ടോ. കാരണം അവൾക്ക് ഇങ്ങനെ കൊമ്പും കോലൊക്കെ ഉള്ളതാണ് ഇഷ്ടം. എങ്ങനെയുണ്ട്? അടിപൊളി രസല്ലേ? രസല്ലേ? അതവിടെ വെച്ചോ, എല്ലാം വെച്ചോ. ഞാൻ വാങ്ങിയതൊക്കെ തലയിലും മേലും കയ്യിലൊക്കെ തേക്കുക. അടിപൊളി. അടിപൊളി കേട്ടോ. മരത്തിന്റെ ചായ വെക്കാനാണ്. ചായ ട്രേ. ആ എന്റെ ചായ ട്രേ ഉണ്ടായിരുന്നില്ല. നല്ല രസം കേട്ടോ. എന്ത് ഭംഗിയാ. അടിപൊളി. താങ്ക് യു സോ മച്ച്. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി. ഇതുവരെ തന്നേല് വെച്ചിട്ട് എനിക്ക് ഏറ്റവും മിത്തുന്റെ ഏറ്റവും കൂടുതൽ കാശ് പോയത് ഇതിലായിരുന്നു. അയ്യോ, ഇത് നല്ല വില ഉണ്ടാവില്ലേ? അയ്യോ, നല്ല പൈസ ഉണ്ടാവട്ടെ. 150 എത്ര നമ്മൾ കൊടുത്ത്? 150 കൊടുത്ത്. 150 കൊടുത്ത്. ശരി, ഇത് അടിപൊളിയായിട്ട്. ഇത് സൂപ്പർ ആയിട്ട് കേട്ടോ. അമ്മനെ പോലെ ആയിരുന്നു വാങ്ങരുത്. ഇത് മിത്തു മുന്നേ ഞാനും മിത്തും കൂടെ. അയ്യോ, അത് അടയില്ലേ. എന്ത് പെശകിട്ട് ഇറന്ന് മേടിച്ചിട്ട് തല്ലിപ്പൊളി സാധനങ്ങളാണോ? ഇത് മിത്തുന് ഓർമ്മ ഉണ്ടോ? ഇത് ഞങ്ങള് ഒരു പ്രാവശ്യം അല്ല, അത് യൂണിക്കോൺ എന്താ വെച്ചാൽ ജസ്റ്റ് മുകളിൽ വെക്കണ. അത് ടോർച്ചാണ്. ആ ടോർച്ചിന്റെ മുകളിൽ വെക്കണ. അങ്ങനെ ഒരൊറ്റ തരുമ്പോട്ട് അതിന്റെ വെളിപ്പളകിയിരിക്കുന്നത്. താങ്ക് യു. അത്രയും പൈസ കൊടുത്ത് വാങ്ങിയത്. അല്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. സാരല്ല, അത് കുഴപ്പമില്ല. അത് എന്താ വെച്ചാൽ നമ്മൾ എന്ത് വാങ്ങാൻ പോയപ്പോഴും ഞങ്ങൾ എന്തോ ഒരു ഞങ്ങളെ എൻഗേജ്മെന്റ് ആനിവേഴ്സറിക്ക് രമേശേട്ടനുള്ള എന്തോ വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് മിത്തു പറഞ്ഞു അമ്മ ഇത് എനിക്ക് വാങ്ങി തരുന്നു. അപ്പൊ ഇതിനത്ര 55 രൂപ. ഞാൻ പറഞ്ഞു ഇത്രയും വലിയ പൈസയുടെ പെന്നിന്റെ ആവശ്യമില്ല പറഞ്ഞിട്ട് കുറെ എഴുതാൻ. അവൾ എന്നും എഴുതണതല്ല. അപ്പൊ എന്നും ഒരു പെണ്ണെന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്താ പറയാ, ഈ പെണ്ണ് കണ്ടില്ല. അപ്പൊ ഞാൻ ഇന്ന് അത് മനസ്സിൽ ഞാൻ ആദ്യമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പെണ്ണ് എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് വാങ്ങി കൊടുക്കണം എന്നുള്ളത്. ഹാപ്പി. ഇനി നമ്മുടെ ഹോഗ്വാർട്സ് ഡയറി എഴുതാൻ ഈ പെന്നായിക്കോട്ടെ. അത് ടോർച്ചിന്റെ ബാറ്ററി കഴിയണമെന്നുണ്ടെങ്കിൽ അടച്ചിട്ട്. ഓക്കെ. ഇനി അടുത്തത് എരന്ന് വാങ്ങി. യാതൊരു കുഴപ്പമില്ലാതെ ചോദിച്ചൂടാ. നല്ല ബോംബൂടാട്ടോ. നല്ല ട്രൗസറാണ്. അല്ലേ? നല്ല ക്വാളിറ്റി. 150 രൂപ. പക്ഷെ 115 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം അവർക്ക് എന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് അവർ പറഞ്ഞു എടുത്തോളാം. അടിപൊളി. സൂപ്പർ ബർമുഡ. ഇനി ലാസ്റ്റ് മിത്തുക്കുട്ടിയുടെ ഫേവറേറ്റ് ഡോണറ്റ് ഫോർ യു. അടിപൊളി. അത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മയ്ക്കും കൊടുത്തേക്ക്. ആക്ച്വലി ഇത് മാറിപ്പോയി. ഞങ്ങൾ കൊണ്ടുവന്നപ്പോ ഇതാണ് ഡോണറ്റ്സ് എഴുതിയിട്ടുണ്ട്. വീഡിയോ എടുത്ത രമേശേട്ടന് ഒരു ബ്രൗണി വാങ്ങി സ്വന്തം പൈസ എടുത്ത് കൊടുക്കാൻ പേര് ഞങ്ങൾ രണ്ടുപേരും കൊടുത്തില്ല. എന്നോട് ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞു. അവസാനം വിശന്ന് വലഞ്ഞ ഞാൻ തന്നെ ഗൂഗിൾ പേ ചെയ്തു. എന്താണ്
എന്താണ് സർപ്രൈസ്? നോട്ടെ, ഇതെന്താ? ബാക്കി പൈസയാ? 25 rupees. എന്നിട്ടാണ് ഞാൻ ഇറന്ന് വാങ്ങിയതല്ലേ? ഒരാള് കടത്തരുക. 25 rupees ബാക്കി. വെരി ഗുഡ്. ഞാൻ എല്ലാം തുഫാനാക്കി. ഞാൻ ആ റോസ് അവിടെ കട വരെ പറഞ്ഞു പോകും. റോസ് വരെ അതാണ് ഞങ്ങളുടെ ഡിഫറൻസ്. റോസ് 20 ആയിരുന്നു, എന്റെ 45 ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കിയുള്ള സീക്രട്ട് ആയിരുന്നു ഇത് 25. ഇതിനെന്തെങ്കിലും വാങ്ങായിരുന്നില്ലേ? നമുക്ക് എന്തെങ്കിലും വാങ്ങി തരാം. കുഴപ്പമില്ലേ? ആ 25 മിത്തുവിന്റെ മണി ബോക്സ്. വെരി ഗുഡ്. അതല്ല അമ്മയ്ക്ക് മുന്നേ തന്നിച്ച് ഞാനത് തൂഫാനാക്കി വന്നു. എന്താ അവിടുന്ന് തന്നില്ല? ഞാൻ 3 ഡയറി മിൽക്ക് വാങ്ങിയിരുന്നില്ലേ? ഷോ കഷ്ടായിപ്പോയി. അടിപൊളി. മിത്തു ഇങ്ങനെ തന്നെയാണ്. ഞാൻ ജോലി കഴിഞ്ഞല്ലേ ഞാൻ പിന്നെ കുറച്ച് ഇങ്ങനെ തരും കുറെ തരും. ജോലി ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ ഓഫറൊക്കെ ഉണ്ടായിരുന്നല്ലോ? വേറെ എന്തൊരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു, നമ്മള് പിന്നെ തേടിയല്ലോ. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഗിഫ്റ്റ്? മിത്തുന്റെ ഇപ്പത്തെ ഹാർഡ് സേവിംഗ് എന്നല്ലേ അമ്മക്ക്? അത് കളിക്ക്. നീ സൊപ്പ് കടം പറഞ്ഞു പോന്നിരിക്കാണ്. 50 രൂപ അവിടെ ചെന്നിട്ട് അതെന്തെങ്കിലും ആ സ്ത്രീക്ക് കൊടുക്കേണ്ടി വരും. അതാണ് സൊപ്പിന്റെ അവസ്ഥ. ഞാൻ എനിക്ക് തന്ന 25 അടിപൊളി. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ചലഞ്ച് വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തു വിശ്വസിക്കുന്നു. ഇതിലങ്ങനെ ജയം തോൽവിയൊന്നുമില്ല. പക്ഷെ മിത്തു തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. കാരണം എന്താ, 25 rupees അവൾ ഇത്ര ആക്കിയിട്ടും ലാസ്റ്റ് 25 rupees തന്നു. എനിക്ക് 110-15 രൂപ എന്ത് ചെയ്യണം പറയാതെ ഞാൻ തൂഫാനാക്കി അതാണ് ഇതുകൊണ്ട് ഇത്രയൊക്കെ പറ്റുന്നു. ഓക്കെ, അപ്പൊ സംഭവം അടിപൊളിയായി അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മിത്തു എൻജോയ് ചെയ്തോ? മിത്തു അയാളോട് ചൂടാച്ചിട്ട് കുർത്ത വയ്ക്കുമ്പോ എന്തെങ്കിലും 600-200 രൂപ കുർത്ത നിങ്ങൾക്ക് 200 രൂപ കുർത്ത വെച്ചൂടെ? അയാള് ടോപ്പ് വാങ്ങി. ടോപ്പ് വാങ്ങിയപ്പോ 200 രൂപ. ഞാൻ പറഞ്ഞു 115 രൂപയുള്ളത് പോയിക്കോളാം പറഞ്ഞോളാം. എല്ലായിടത്തും ചോദിച്ചു 115 എന്തെങ്കിലും അത് 15 അല്ലേ? ദ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് മിത്തു എന്താന്ന് വെച്ചാല് നമ്മള് സ്പെൻഡ് ചെയ്യണ ഓരോ എമൗണ്ടും മനസ്സിലായില്ലേ? നമുക്ക് ആഗ്രഹമുള്ള പലതും ഉണ്ട്, പക്ഷെ നമുക്കത് മേടിക്കാൻ പറ്റുന്നില്ല. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പിന്നെ നമ്മളെ ആഗ്രഹങ്ങളൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കഴിയാം. അങ്ങനെയുണ്ട്. അതാണ്. അപ്പൊ നമുക്ക് പറ്റില്ലാണ്ടെങ്കിൽ കുറച്ച് അതും ഒരു ലെസൺ ആണ്. ഗുഡ് എഫേർട്ട്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്തു വിശ്വസിക്കുന്നെങ്കിൽ ഇങ്ങനത്തെ ചലഞ്ച് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയണം. നമുക്ക് ഇനിയും ഇതുപോലത്തെ അടിപൊളി ചലഞ്ച് വീഡിയോസ് വേണ്ടി വരാം അല്ലെ മിത്തുസേ? ഞാനും മിത്തു അല്ലെങ്കിൽ രമേശേട്ടൻ എല്ലാവരും രമേശേട്ടനെയും രമേശേട്ടനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ 500 രൂപ 400 രൂപ ഇതുപോലേക്ക് തിരിച്ചു. വെരി ഗുഡ്. 100 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ട് പറയും 500 രൂപ 400 രൂപ തിരിച്ചു തരും അല്ലെ രമേശേട്ട? അങ്ങനെ ചെയ്യാം. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പൈസ കളയുന്നത്? 400 രൂപ നീ ബാങ്കിലിട്ടോ അതാണ് സംഭവം. തമാശക്ക് പറയണം കേട്ടോ. രസം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വേണ്ടത് അല്ലേ? അപ്പോൾ എന്തായാലും അടിപൊളിയായി. ഇനി ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് ഇനി കാണാം. ബൈ.